എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ ഒരു ദിവസമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അവധി ദിവസങ്ങളിൽ പൊതുവേ കുറച്ച് മടിയാണ് നേരത്തെ എഴുന്നേക്കാൻ. അപ്പോൾ ഫസ്റ്റ് പണി എന്ന് പറയുന്നത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചായക്ക് ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഹസ്ബൻഡ് ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി വേണം. അപ്പോൾ അത് വെച്ചു. ഇനി നമുക്ക് കടല വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ നമുക്കിന്ന് നീർദോശ ഉണ്ടാക്കണം. അപ്പോൾ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുക്കുകയാണ്. ചിലപ്പോൾ പച്ചരി വെച്ചിട്ട് ചെയ്യാറുണ്ട്. കൂടുതൽ അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ നീർദോശയ്ക്കുള്ള പൊടിയൊക്കെ എടുത്ത് കുഴച്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൾ അവിടെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവളെ ഒന്ന് നോക്കണം. അപ്പോൾ മോളെ എഴുന്നേറ്റിട്ട് മോൾക്ക് ഭയങ്കര വാശി. അവിടെ അപ്പയുടെ അടുത്തൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഞാനെടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ താഴെ നിർത്തിയിട്ട് ശരിയാവുന്നില്ല. ഓരോന്നൊക്കെ എടുത്ത് ബഹളമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സ്ലാബുമ്മ കയറ്റി ഇരുത്തിയേക്കാണ്. അപ്പോൾ ആൾക്ക് കുക്കറിൻ്റെ വിസിൽ ഇത്തിരി പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അനങ്ങാതിരിക്കുകയാണ് കുക്കർ അടുപ്പത്ത് വെച്ചേക്കുന്നുണ്ട്. കുറച്ച് നീങ്ങി കേട്ടോ കുക്കർ ഇരിക്കുന്നത്. അപ്പോൾ പക്ഷേ ആൾക്ക് ഇത്തിരി പേടിയായതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ്. ഭയങ്കര പേടിയാണോ? അപ്പോൾ അവളൊരു കണക്കിന് സമാധാനിപ്പിച്ച് താഴ്ത്തിറക്കി വിട്ടു. അപ്പോൾ നീർദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ നീർദോശ ഉണ്ടാക്കാറ്. മറ്റേ ഇരുമ്പിൻ്റെ ചട്ടി എൻ്റെ കയ്യിലില്ലേ. അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ അതിലാണ് ഉണ്ടാക്കാറ്. ഫ്രൈ പാനിൽ ചെയ്യുമ്പോൾ അതത്ര പെർഫെക്റ്റായിട്ട് വരാറില്ല. അപ്പോൾ കടായിലാണ് എപ്പോഴും നീർദോശ ഉണ്ടാക്കി എടുക്കാറ്. ദോശ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു എളുപ്പത്തിൽ തീർക്കാനുള്ളൊരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അവധി ദിവസങ്ങളിലേക്കായിരിക്കും നീർദോശയുടെ റെസിപ്പി വരിക. അപ്പോൾ ജനലൊക്കെ തുറക്കാറ് വല്ലപ്പോഴാണ്. അടുക്കളയുടെ ജനലധികം തുറക്കാറില്ല. കാരണം തൊട്ടപ്പുറത്തെ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിറയെ പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ തുറക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ഹസ്ബൻഡും മോളും കൂടി നല്ല പഠിപ്പിലാണ്. അവൾക്ക് ഇങ്ങനെ ബുക്കുകളൊക്കെ കാണാനും പടങ്ങളൊക്കെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നീർദോശയും കടലക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം ഇനി അടുത്ത പരിപാടി തുടങ്ങാനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ക്ലീനിങ് ആണ്. അപ്പോൾ അന്ന് ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് മോളെ ഹസ്ബൻഡ് നോക്കോളും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. അല്ലെങ്കിൽ രാവിലെ തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ തീരും. അപ്പോൾ ഇന്നിപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ നിരത്തി തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഫുള്ളൊന്നും നിരത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അതാണ് മെയിൻ പരിപാടി. അത് കഴിഞ്ഞിട്ട് വേണം അടിക്കാനും തുടയ്ക്കാനൊക്കെ. അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ പാർട്ടായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യും. അപ്പോൾ ഒരുമിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ജനലൊക്കെ തുടയ്ക്കുകയാണ്. എല്ലാ ജനലുകളൊക്കെ ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലോറ് അടിച്ചു വാരും. അത് കഴിഞ്ഞിട്ട് അത് നന്നായി ഒന്ന് തുടച്ചെടുക്കും. അങ്ങനെയാണ് എല്ലാ ദിവസവും ചെയ്യാറ്. അപ്പോൾ തുടയ്ക്കലൊക്കെ ഞാൻ ഈ സ്പിൻ മോപ്പ് വെച്ചിട്ടാണോ ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് അതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് എപ്പോഴും തുടയ്ക്കാറ്. അപ്പോൾ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മോൾക്ക് പൊടിയരിക്കഞ്ഞിയാണ് മിക്കവാറും കൊടുക്കാറ്. അപ്പോൾ ഉച്ചക്കലത്തേക്ക് പൊടിയരിക്കഞ്ഞി വേവിക്കാനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുക്കർ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരു ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചത്. ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുക്കറിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് സവാളയൊക്കെ അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ സവാളയൊക്കെ നന്നായി അരിഞ്ഞ ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും മസാലപ്പൊടി മുളക് പൊടി എല്ലാ പൊടികളും കൂടി ഒരുമിച്ച് ചിക്കനിൽ നന്നായിട്ട് കൂട്ടി തിരുമ്മി വെക്കും. എന്നിട്ട് ചിക്കനും അരിയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്കറിൽ വേവിച്ച് തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇതിലിട്ട് നന്നായൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അരി ഞാൻ ആദ്യം തന്നെ കുതിർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചു. അതിനുശേഷം അരി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കനിൽ നമ്മൾ മസാലപ്പൊടികളും മുളക് പൊടിയും എല്ലാം ചേർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി പൊടികളൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചിക്കനിൽ തന്നെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ചേർത്ത ശേഷം ജസ്റ്റ് ഒരു 5 മിനിറ്റ് ജസ്റ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഊറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ല. അരി ഇട്ട് കൊടുത്ത് പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു വിസിൽ സിമ്മിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ തീ എപ്പോഴും കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ബിരിയാണി അവിടെ വെച്ചപ്പോൾ ഞാനിവിടെ മോൾക്ക് ചോറ് കൊടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. ചോറല്ല കേട്ടോ, കഞ്ഞിയാണ് കൊടുക്കുന്നത്. കഞ്ഞിയും രാവിലത്തെ കടലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ചില ദിവസം കഞ്ഞിയുടെ കൂടെ പരിപ്പോ പയറോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വേവിക്കും. അപ്പോൾ ആദ്യമൊക്കെ ചോറാണ് കൊടുത്തിരുന്നത്. പക്ഷേ ചോറ് എടുക്കുമ്പോൾ അവൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. കഞ്ഞിയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കഴിക്കും. പൊതുവേ ഭക്ഷണം കഴിക്കാൻ ഇത്തിരി മടിയാണ്, ഇത്തിരി പാടാണ് കൊടുക്കാൻ.
അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഒരു സർലാസും കൂടി ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. കണ്ടതേ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മോളുടെ പാലും കുപ്പികളൊക്കെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഫീഡിംഗ് ബോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. ബിരിയാണിയും സർലാസും, വേറെ ഡിഷൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയും അതിൻ്റെ കൂട്ടത്തിലുള്ള സർലാസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് കഴിച്ചു. ഇനിയിപ്പോൾ അതാ ഇവിടെ ഒരാൾ നല്ല കളിയിലാണ്, ഓരോ ബുക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവളെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഇനി യൂട്യൂബിൻ്റെ കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്, അല്ലാത്ത സമയത്തൊന്നും നടക്കാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ വൈകുന്നേരം ചായക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാബേജും ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ക്യാബേജും ക്യാരറ്റൊക്കെ ചീസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ക്യാബേജൊക്കെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മളുടെ മയോണൈസ് ഉണ്ടല്ലോ, മയോണൈസും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മയോണൈസ് ഞാൻ ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങാറില്ല, വീട്ടിൽ തന്നെ ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ 1 മിനിറ്റിൽ നമുക്ക് മിക്സിയിൽ എളുപ്പത്തിൽ മയോണൈസ് ചെയ്യാമല്ലോ. അതാ അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇവിടെ തന്നെ ചെയ്തെടുത്തതാണ്. കണ്ടോ, നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മയോണൈസൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല, എപ്പോഴൊന്നും ഉപയോഗിക്കില്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് വീട്ടിൽ തന്നെ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മയണൈസും ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ബ്രെഡിൽ വെച്ചിട്ട് ചീസും കൂടി വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കും. അപ്പോൾ ചീസ് അമൂലിൻ്റെ ചീസ് സ്ലൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ബ്രെഡിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ ആ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് പതിവ്. ഇപ്പോൾ സാൻഡ്വിച്ച് മേക്കറിൽ ഞാൻ എപ്പോഴും കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ബട്ടർ ഒന്നും തേക്കാതെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഫീൽ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം. അപ്പോൾ വൈകുന്നേരം ഒരു ചായ നിർബന്ധമാണ്. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം പാൽ ചായയാണ് കൂടുതലും ചെയ്യാറ്, ചിലപ്പോൾ മാത്രം കട്ടൻ ചായ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചായയും സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചായയൊക്കെ കുടിച്ച് സാൻഡ്വിച്ചൊക്കെ കഴിച്ച ശേഷം വേണം ഒന്ന് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോകാനൊരു പ്ലാനുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇനി മുകളിൽ കുറച്ച് തുണിയൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി എടുക്കണം. അതിനുശേഷം പുറത്ത് പോകാനായിട്ട് റെഡി ആവണം. അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്, എറണാകുളത്തെ മറൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്, നല്ല രസമാണ് വൈകുന്നേരമൊക്കെ അവിടെ പോയിരിക്കുകയാണെങ്കിൽ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ. മലയാള മനോരമയുടെ എറണാകുളം ഓഫീസാണത്. അപ്പോൾ ഈ കാണുന്നതാണ് സൗത്ത് പാലം. ഈ സൗത്ത് പാലത്തിൻ്റെ സൈഡിൽ കൂടെ മെട്രോൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ താഴെ റെയിൽവേയുടെ ലൈൻ പോകുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കൂടിയുള്ള പണിയാണ്. അപ്പോൾ ഇങ്ങനെ വളഞ്ഞാണ് മെട്രോയുടെ പാലം പോകുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് അവരത് പണിതിട്ടുണ്ട്, നല്ല ഭംഗിയാണത് കാണാനായിട്ട്. അപ്പോൾ മെട്രോൻ്റെ പണികളൊക്കെ ഒരു ഭാഗം വരെ കഴിഞ്ഞിട്ടുണ്ട്, അതായത് മഹാരാജാസ് കോളേജിൻ്റെ അവിടം വരെയുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് സൈഡിലായിട്ട് കാണുന്നതാണ് രാജേന്ദ്ര മൈതാനം. ഇവിടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ലേസർ ഷോയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്.
അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് 40 രൂപയാണ് ഫീസ്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്ത ശേഷം നമുക്ക് അവിടെ പോയാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. കായലോര കാറ്റൊക്കെ ഏറ്റ് ഇവിടെ കുറേ നേരം ഇരിക്കാം. അതുപോലെ ബോട്ടിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കടലിൻ്റെ അഴിമുഖം വരെ പോകാനായിട്ടുള്ള സൗകര്യമുണ്ട് ബോട്ടിൽ. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ സൺസെറ്റ് കാണാനൊക്കെ ആയിട്ട് ആളുകൾ പോവാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ഒത്തിരി ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. നമുക്കിവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പാലത്തിൻ്റെ മുകളിലാണ്. ഇതുപോലുള്ള 3 പാലങ്ങൾ ഇവിടെയുണ്ട്. ചീനവലപ്പാലം, മഴവിൽപ്പാലം, അങ്ങനെയൊക്കെയാണ് ഈ പാലങ്ങൾ അറിയപ്പെടുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് മഴവിൽപ്പാലമായിരുന്നു. പിന്നെ 2 പാലങ്ങൾ പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഏരിയ ഉണ്ടായിരുന്നുള്ളൂ ഈ മറൈൻ ഡ്രൈവിൽ. പിന്നെ നീട്ടി ഇപ്പോൾ ഹൈക്കോടതി ജംഗ്ഷനും കഴിഞ്ഞ് മറൈൻ ഡ്രൈവ് നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. ഒത്തിരി സ്ഥലമുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു കാഴ്ചയാണ്. അതുപോലെ വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് കണ്ടെയ്നർ ടെർമിനലിൻ്റെ ലൈറ്റൊക്കെ. അതുപോലെ ബോൾഗാട്ടി പാലസ്, പിന്നെ ലുലു ഗ്രൂപ്പിൻ്റെ പുതിയ കൺവെൻഷൻ സെൻറ്ററൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ്. അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ, അതുപോലെ കുഞ്ഞു സാധനങ്ങളൊക്കെ വിൽക്കുന്ന വഴിയോര കച്ചവടക്കാരൊക്കെ ഒത്തിരി കാണാൻ പറ്റും. അതുപോലെ ഫാൻസി വാച്ചുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് 100 രൂപ ഉണ്ടെങ്കിൽ ഫാൻസി വാച്ചുകളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം നല്ല വിശപ്പായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഡിന്നറൊക്കെ കഴിച്ചു. ഉച്ചയ്ക്കലത്തെ സെയിം ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ചൂടാക്കി കഴിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റൗവും അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം കിടന്നുറങ്ങണം. പ്രത്യേകിച്ച് ഇനി പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പും സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. ഇനിയുള്ള പണി എന്ന് പറയുന്നത് മുകളിലെ കളിപ്പാട്ടങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം. അതിനുശേഷം മോളെ ഉറക്കണം. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ പറയണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.